ജീവിക്കാൻ സമ്മതിക്കരുത് ഒന്നിനെയും. നമ്മളെ ദ്രോഹിച്ചവരെല്ലാം കിടന്ന് നട്ടാൻ തിരിയണം. എന്റെ കുഞ്ഞുപോയി. എന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു അത്. അതാണ് ഇല്ലാതായത്. അതിന് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും ഉണ്ണി. പക്ഷെ ഇപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാ. മഹാലക്ഷ്മിയുടെ മുമ്പിൽ പോലും എനിക്ക് തല നിവർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാങ്ങളെ. അതേപ്പറ്റിയൊന്നും നീ ചോദിക്കണ്ട മോനെ. അങ്കിളും ഞാനും എല്ലാം പ്രതിസന്ധിയില്ല. എടാ മേഘ, നമുക്കിനി ഒരു വിജയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരുത്തം തീരണം, ആ മാർക്കോ. അതെനിക്കറിയാങ്ങളെ. പക്ഷേ അത് അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. കേട്ടോ അച്ഛാ, ഇതിനു മുമ്പ് എനിക്കൊരു വിഷമമുണ്ടാവുമ്പോ അതെല്ലാം കണ്ടറിഞ്ഞ് പരിഹരിക്കുന്നത് മേഘേട്ടനാ. ആ മേഘേട്ടൻ്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്നെ പോലെ അത്ഭുതപ്പെടുത്തുക. എന്റെ കാര്യം പിന്നെ എന്തുവാണ് ഉണ്ണിക്കുട്ട? ഞാൻ പലർക്ക് വേണ്ടിയിട്ടും തല്ലാനും കൊല്ലാനും ഒക്കെ പോയതാ. എന്റെ ടിപ്പറുണ്ടല്ലോ, ഒരുപാട് ചോര കണ്ടതാ. പക്ഷേ ഇവിടെ മാത്രം ഞാനും തളയ്ക്കപ്പെട്ടു. അതിന് കാരണമായിട്ട് കരുണ അവളുടെ മുത്തശ്ശിയും പറയുന്നത് അവര് പ്രാർത്ഥിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന്റെ ശക്തിയാണെന്നാ. ആ അതെ, ആ വിഗ്രഹം അവളുടെ കയ്യിൽ നിന്ന് പോയേ പറ്റൂ. ഞാൻ മേഘേട്ടനോട് പറഞ്ഞല്ലോ, ഒരിക്കൽ ഞാനും കരുണയും കൂടെ അത് കൊണ്ടുപോയി ആറ്റിക്കളഞ്ഞതാ. പക്ഷെ പിറ്റേ ദിവസം കൃത്യമായിട്ട് അത് പൂജാമുറിയിലെത്തി. അവളൊരു മനുഷ്യശ്രീ തന്നെയാണോ അങ്ങളെ? ഞാൻ കല്യാണം കഴിക്കുമ്പോ മോഹിനിക്ക് അവളെന്ന് പറഞ്ഞൊരു മോളുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇനി എന്തായാലും അവള് ജനിച്ചോടനെ അവളുടെ അച്ഛൻ അങ്ങ് പോയി. ഇനി മരിച്ചുപോയവൻ ആത്മാവായിട്ട് അവളുടെ ദേഹത്തുണ്ടോന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ ശക്തി അവർക്കുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഭാഗം മാത്രം ഇങ്ങനെ ജയിക്കത്തില്ലല്ലോ. സാഗറിന്റെയും മഞ്ജുവിന്റെയും വഴിമുട്ടി. ഇനിയിപ്പോ അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അല്ല, മഞ്ജു മിക്കവാറും കറങ്ങിത്തിരിഞ്ഞ് നിന്റെ വീട്ടിൽ വരൂടാ ഉണ്ണി. വന്നാ അവളെ ഇനി എന്റെ ഏട്ടനും ഏട്ടത്തെയും സ്നേഹിക്കുന്ന തോന്നുന്നേ. അവിടെ മേഘേട്ടൻ കാണിച്ചതും കുറച്ചു കൂടിപ്പോയി. ശരിക്കും പറഞ്ഞ പെങ്ങളെ ചതിച്ച അളിയനാ ഇപ്പൊ മേഘേട്ടൻ. എടാ, അത് പോട്ടടാ ഉണ്ണിക്കുട്ട. ആണുങ്ങളാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് കറങ്ങിയൊക്കെ നടക്കും. എനിക്കുണ്ടായിരുന്നല്ലോ മോഹിനി അറിയാത്ത ബന്ധങ്ങളൊക്കെ. അതിപ്പോ മരുമോനായ നിന്നോട് പറയുന്നതിലൊന്നും എനിക്കൊരു മടിയുമില്ല. അതുകൊണ്ടേ ഇനി ഒന്നിച്ച് നിൽക്കേണ്ടവര് വെറുതെ അതും ഇതും പറഞ്ഞ് തമ്മി തല്ലരുത്. എന്റെ കരുണമോളുടെ കണ്ണീര് ദുരന്തമായി കാണുന്നവനാ ഞാൻ. അതിന് കാരണക്കാരായവരെ ആരാണെങ്കിലും ശരി, അവരെ ഞാൻ വെച്ചു ഉറപ്പിക്കില്ല.